ഇപ്പോൾ നമ്മുടെ ഈ സെമിനാർ കമ്മിറ്റിയുടെ ഇതിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള എസ് ജയമോഹൻ CPM-ൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. കശുവണ്ടി തൊഴിലാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് കൂടിയാണ്, കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാൻ. ഈ സെമിനാറുകളും മറ്റ് പരിപാടികളും ഒക്കെ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും സെമിനാറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ ന്യൂസ് ക്ലിക്കിൻ്റെ ഉൾപ്പെടെയുള്ള തലവൻ്റെ എല്ലാം പങ്കെടുത്തുകൊണ്ട് സെമിനാർ ഉണ്ടായിരുന്നു. ഇതിലൊരു പ്രതികരണം ഏറ്റവും അവസാനം നമ്മളൊരു സംശീകരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സത്ത എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ ജനങ്ങളുടെ ഉത്സവമായി മാറും എന്നാണ് ചരിത്രം പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അത് യഥാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന നിലയിലേക്കാണ് കൊല്ലത്തെ ഓരോ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത്യാവേശമാണ് സംഘാടകർക്കും ജനങ്ങൾക്കും ആകെ ജില്ലയിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുതന്നെ കല, സാംസ്കാരിക, സാമൂഹികം, രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ സംഗമങ്ങൾ, തൊഴിൽ മത്സരങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കാണ് പരിപാടികൾ ഓരോന്നായി സംഘടിപ്പിച്ച് വരുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പരിപാടികളിൽ നമ്മൾ കടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നവരല്ലാതെയുള്ള ആളുകളും കൂടി ആ പരിപാടികളിൽ ഭാഗമാക്കാവുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കശുവണ്ടി തൊഴിലാളികളുടെ നാടായ കൊല്ലത്ത് തൊഴിലാളികളുടെ തൊഴിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഒരു ഫാക്ടറിയിൽ 500 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്, വിവിധ യൂണിയനുകളാണ്. പക്ഷേ ഞങ്ങളുടെ തൊഴിലിനെ അംഗീകരിക്കാനും ഞങ്ങളുടെ തൊഴിലിനൊരു മാന്യത നൽകാനും തയ്യാറായിട്ടുള്ള ഒറ്റ പാർട്ടിയേ ഉള്ളൂ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്നതുകൊണ്ട് 500 പേരും പേര് രജിസ്റ്റർ ചെയ്തിട്ട് ആ മത്സരത്തിൽ പങ്കാളിയായി എന്ന് പറയുന്നത് തൊഴിലാളി വർഗം നെഞ്ചേറ്റി അവരെല്ലാവരും ഈ ആഘോഷത്തിൽ ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. അതുപോലെ തന്നെയാണ് ജില്ലയിലെ ഏക തേയിലത്തോട്ടം. അവിടെ പോയിരുന്നു. 350 തേയില നുള്ളുന്ന കാടുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് അവിടെയുള്ളത്. അവർ മുഴുവൻ ആളുകളും CI2-ൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടന സംഘടിപ്പിക്കപ്പെട്ട കൊളുന്തു നുള്ളു മത്സരത്തിൽ, പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കൊളുന്തു നുള്ളു മത്സരത്തിൽ 350 പേരും പങ്കെടുത്തു. മത്സരബുദ്ധിയോടുകൂടി പങ്കെടുത്തു. എല്ലാവരും സമ്മാനവും പ്രോത്സാഹന സമ്മാനവും നേടി പോയത് അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം എന്നാണ് തമിഴ് വംശജരും കൂടി ആയിട്ടുള്ള തേയില കൊള്ളുന്ന തൊഴിലാളികൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ കയർപിരിയുടെ നാട് ആലപ്പുഴ, കൊല്ലം ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. കയർപിരി മത്സരം സംഘടിപ്പിച്ചപ്പോൾ അഞ്ചാലമൂട് എന്ന് പറയുന്ന ആ കയറിൻ്റെ തന്നെ കേന്ദ്രം ആയിട്ടുള്ള നാട്ടിൽ ആനത്തലവട്ട വാനത്തിനെ പോലെയുള്ള ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്ത് സംഘടിപ്പിക്കപ്പെട്ട തൊഴിലാളികളുടെ സമരവീര്യം ചോർന്നിട്ടില്ല. ഞങ്ങൾ ഈ ചെങ്കൊടി ആര് താഴ്ത്താൻ പരിശ്രമിച്ചാലും അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനെന്തെങ്കിലും ക്ഷതമേറ്റാൽ പകരം വയ്ക്കാൻ ആരുണ്ട് ഞങ്ങളുടെ രക്ഷയ്ക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രായാധിക്യമെല്ലാമുള്ള നമ്മുടെ കയർപീരി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ആ മത്സരത്തിൽ തന്നെ പങ്കെടുത്തത് എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളെ ഒറ്റപ്പെടുത്താനും ആ മത്സ്യത്തൊഴിലാളികളെ തൊഴിൽ തട്ടിയെടുക്കാനും കടലിൻ്റെ മക്കളെ കടലിൽ നിന്ന് അകറ്റാനുമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള ചൂണ്ട ഇട്ട് മത്സ്യം പിടിക്കുക എന്നത് ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒന്ന് തന്നെയാണ്. മത്സ്യത്തൊഴിലാളി ഒരു ചൂണ്ടയായി നിൽക്കുന്നു. കൊല്ലത്തെ പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നു. നിങ്ങളെ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ സൈന്യമാണ്, കേരളത്തിൻ്റെ സൈന്യമാണ് എന്ന് പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ കടൽ ഒക്കെ തന്നെ കോർപ്പറേറ്റുകൾക്ക് അവർക്ക് ഇഷ്ടം പോലെ തന്നെ വിനിയോഗിക്കാൻ വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളെ കൈവെടിയൂല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തൊഴിലിൻ്റെ മാഹാത്മ്യം ഉയർത്തി കാട്ടിക്കൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അരമണിക്കൂർ നേരം ചൂണ്ടയിടയിൽ മത്സരം എന്ന വ്യത്യസ്തമായ ഒരു പരിപാടി കൂടി ഞങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സെമിനാറിൻ്റെ കാര്യമെടുത്താൽ എല്ലാവരും സെമിനാർ കമ്മിറ്റി കൂടി 96 സെമിനാർ എന്ന് പറഞ്ഞപ്പോൾ പലരും അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. എങ്ങനെയാണ് ഈ 96 സെമിനാറിലും ആളെ പങ്കെടുപ്പിക്കുന്നത്? 1000, 2000, 3000 ആളുകൾ പങ്കെടുക്കുന്ന രൂപത്തിലാണ് സെമിനാറുകളുടെ കടന്നുപോക്ക്. ഓരോ ദിവസം കഴിയും തോറും ലോക പ്രശസ്തരായ ആളുകൾ ഈ സെമിനാറിൽ പങ്കാളിയാവുന്നു. ലോകബാങ്കും IMF-ഉം എല്ലാം സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗം ആരായാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയിൽ അംഗമായ ലോക അംഗീകരിക്കുന്ന സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പ്രഭാത് നായിക് വന്ന് തുടക്കം കുറിച്ച സെമിനാർ നാളെ കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിവിധ മേഖലയിൽപ്പെട്ട നാനാ മേഖലയിൽപ്പെട്ട ബാലസംഘ കുട്ടി മുതൽ
വാർദ്ധക്യത്തിന് 98 വയസ്സുള്ള വയോജന വിഭാഗത്തിൽപ്പെട്ടവർ വരെ ഒരേ സ്വരത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആഘോഷത്തിൽ പങ്കാളികളായി മാറുന്ന ആവേശോജ്വലമായ കാഴ്ചയാണ് നാടും നഗരവും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. പാർട്ടി അംഗങ്ങളാകട്ടെ അവരുടെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് 500 രൂപയിൽ കുറയാത്ത സംഭാവന എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് സമ്മേളനം നടത്തുന്നത്. അത് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഭാഗമായി തന്നെ കാണാൻ കഴിയുന്നു. തൊഴിലാളികൾ, ജീവനക്കാർ അവരെല്ലാം ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നൽകിയ ഉദാരമായ സംഭാവന കൊണ്ട് മാത്രമാണ് ഈ സമ്മേളനങ്ങളെല്ലാം നടത്തി പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. മനു കേട്ടല്ലോ, ഇപ്പോൾ ആ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ ആ തൊഴിലാളികളെ മുഴുവനും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അഹോരാത്രം 24 മണിക്കൂറും ഒരു പാർട്ടി കണ്ണു തുറന്നിരിക്കുകയാണ്. ആ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും തൊഴിലാളികളുടെ വിഷമങ്ങളും മനസ്സിലാക്കിയാണ് നിയമപരമായ പല പ്രതിസന്ധികളും അതെല്ലാം നോക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ഈ സമ്മേളനം നടക്കുമ്പോൾ മുതലാളിത്ത വ്യവസ്ഥകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം ഇനിയും തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാരീസ് കമ്മ്യൂണായ ശരി, റഷ്യൻ വിപ്ലവമായാലും ശരി, ഫ്രഞ്ച് വിപ്ലവമായാലും ശരി, അതെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രങ്ങൾ പലയിടത്തും നഗരത്തിലുണ്ട്. മനു.